സമൂഹത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന പല പല ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണല്ലോ. അപ്പം ഇത് എങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇതിന്റെ സിനിമയിലൂടെ പറയുന്നത്. ഇത് എല്ലാ കുടുംബത്തിലും സംഭവിച്ചേക്കാവുന്ന, ഒരു കുടുംബത്തിൽ സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ മക്കളെ വളർത്തുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ മക്കള് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ ഒരു വേറൊരു ഫേസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. പൊളിറ്റിക്സും കൂടെ മിക്സ് അത് പിന്നെ ക്ഷേത്രത്തിനകത്തിട്ടാണ് ആ പെൺകുട്ടിയെ കൊല്ലുന്നത്. റിലീജിയൻ ഇഷ്യൂസും അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാം പൊള്ളുന്ന ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാതായി പോകുന്നതായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും നമ്മള് ഇപ്പൊ ഒരാൾ ചിന്തിക്കുന്നതാണല്ലോ സിനിമ. ഒരാൾ ചിന്തിക്കുന്ന, എഴുതുന്നതും അത് എടുക്കുന്നതുമാണല്ലോ സിനിമ. അപ്പൊ അതിന് കത്രി വെക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല, ഇത് പാടില്ല. ഇപ്പൊ വിജയുടെ സിനിമ ഇറങ്ങത്തില്ല. ശരിയാ. ആ ഒരു അഭിനയത്തിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ക്യാരക്ടർ അത്രയും ചെയ്യാൻ പറ്റില്ല. അഭിനയത്തിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അവർ തന്നെ പറയും സീരിയൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. എന്താണ് മനസ്സിലാവുള്ള, സീരിയൽ ഒന്ന് നിർത്തി കുറച്ചൊന്ന് ബ്രേക്ക് ആക്കിയിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നത് കൊണ്ട് അയ്യോ അത് എന്നും കാണണല്ലേ, അതുകൊണ്ട് സിനിമ ഇച്ചിരി ബുദ്ധിമുട്ടാവും. ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലെ ഡയറക്ടറും, പറയുമ്പോ ഡയറക്ടറിന്റെ വൈഫാണ്, അതിന്റെ ഉപരി ഈ സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ ഒരു ക്യാരക്ടറായിട്ട് എത്തുന്നുണ്ട്. പ്രസാദ് ആൻഡ് ലക്ഷ്മി പ്രസാദ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതാണ് വിശേഷം. അതെ, 6th അതിന്റെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഒരു കലവ്. ഇപ്പൊ ഒരു പ്രത്യേകതയാണ് ഈ മൂവിയുടെ ഡയറക്ടറാണ്. അതിന് ഉപരി ഇപ്പൊ ചേച്ചിയാണെങ്കിൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ് നമ്മുടെ സിനിമയെ പറ്റി പറയല, ആ ഒരു കണക്ഷൻ? നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഒരുമിച്ചൊരു മൂവി ചെയ്യുന്നു, ഹസ്ബൻഡ് ഡയറക്ട് ചെയ്യുന്ന മൂവിയിൽ ഒരു കഥാപാത്രമായിട്ട് എത്തുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമയെ പറ്റി പറയാനുള്ളത്? ഇത് കരുനാഗപ്പള്ളി നാടകശാല ഇന്റർനാഷണൽ മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാനറിലാണ് ഈ സിനിമ ചെയ്യുന്നത്. നാടക പ്രസ്ഥാനമാണ്. അപ്പൊ ഒരു 10-56 വർഷമായിട്ട് കൊല്ലം അശ്വതി ഭാവന എന്ന് പറഞ്ഞൊരു നാടക സമിതി നടത്തുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, ഹെഡ് മാസ്റ്ററാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സിനിമ. അതിന് മുമ്പും നമ്മൾ സിനിമ ഒരു OTT മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്ത് നാടക കലാകാരെ സഹായിക്കാൻ വേണ്ടി ഒരു 100ഓളം നാടക പ്രവർത്തകർ അതിലെ പങ്കെടുക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതിനുശേഷം ഇങ്ങനൊരു സിനിമ, ഞാൻ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നടക്കാറില്ല, സിനിമ ചെയ്യാൻ വേണ്ടി അങ്ങനെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അങ്ങനെ. ഞാൻ ടെലിവിഷൻ മീഡിയയിലാണ് കൂടുതലും ഷോസുകൾ, റിയാലിറ്റി ഷോസ്. മുമ്പ് ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, നടക്കാതെ പോവുകയും പിന്നെ നമ്മൾ വീണ്ടും ടെലിവിഷൻ രംഗത്ത് കുറച്ച് സജീവമായിട്ട് അങ്ങനെ പോവായിരുന്നു. അവൻ ചിലപ്പോൾ പെൺകുട്ടിയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതും ഒരു വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. സെൻസറിങ് നടക്കാതെ പോയി, കേരളത്തിൽ സെൻസർ ചെയ്യാതെ അത് ഹൈദരാബാദിൽ കൊണ്ടുപോയി സെൻസർ ചെയ്ത്, അങ്ങനെ ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടായ സിനിമയായിരുന്നു. ഇതും ഇപ്പൊ ഈ സിനിമയും ഒരു വിവാദത്തിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. കാരണം ഒന്ന്, ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നൊരു കൊലപാതകം അതിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളതിൽ ശരിക്കും ആ കഥയല്ല, സമൂഹത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന പല പല ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണല്ലോ. അപ്പം ഇത് എങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇതിന്റെ കഥ സിനിമയിലൂടെ പറയുന്നത്. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ തോന്നാം ഇതിങ്ങനെ സംഭവം ഇന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് വേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് കാണുന്നവർക്ക് തോന്നാം. അപ്പം അതിന്റെ ഒരു വിവാദം ഇപ്പം സംസാരത്തിന്റെ അഡ്വക്കേറ്റ് ഒക്കെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയ്ക്ക്, സിനിമ റിലീസ്. പക്ഷെ നമുക്ക് നമ്മൾ അവരുടെ റിലീജിയനോ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളോ ഒന്നും നമ്മൾ ഈ സിനിമയിൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം ഇത് ഈ പറഞ്ഞ ഒരു പട്ടാപ്പകല് നടക്കുന്ന 6 കൊലപാതകങ്ങളാണ്.
അപ്പം അതിലെ സ്നേഹിച്ച പെൺകുട്ടിയുണ്ട്, പ്രസവിച്ച അമ്മയുണ്ട്, ജീവിതത്തിൽ സ്നേഹിച്ച സഹോദരനുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പൊ അതെന്താണെന്ന് സംഭവം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു അഭിമാന പ്രശ്നമാണ്. നമ്മളൊരു വലിയ വലിയ സ്വപ്നങ്ങളിൽ ജീവിക്കുകയും ആ സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ, എന്നാൽ ഈ കൊലപാതകങ്ങൾ കൊണ്ടോ മരണം കൊണ്ടോ ഒന്നും അത് ഒരു പരിഹാരമല്ല. നമ്മൾ മനുഷ്യൻ എന്താണ് എങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ അടുത്ത ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇത് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ വലിയ ആളാണെന്ന് കാണിച്ചിട്ട് പിന്നെ അതല്ല എന്ന് കാണിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പൊ ചേച്ചി ഒരു എന്താ പറയാ സീരിയൽ വെച്ച് നോക്കുമ്പോ ചേച്ചി ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെ വരുന്നത്? സിനിമയിൽ വരുമെന്ന് വെച്ചാല് ആദ്യത്തെ സിനിമയിൽ ചിലപ്പോൾ പെൺകുട്ടിയിലും ഞാൻ വളരെ ചെറിയൊരു ടീച്ചർ ക്യാരക്ടറാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് വരുന്ന നല്ലൊരു ക്യാരക്ടറാണ് ഇതില് ഹീറോയിന്റെ സാന്ദ്രയുടെ മദർ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സീരിയലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഇമോഷണൽ സംഭവങ്ങൾ കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ എനിക്കിത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സീനുകളൊന്നും ഇല്ല, പക്ഷെ ചെയ്തത് സന്തോഷത്തോടെ ആക്സെപ്റ്റ്. ഇപ്പൊ അമ്മ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ ഇപ്പത്തെ സമൂഹത്തില് അമ്മ അച്ഛൻ അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. മക്കളുടെ കാര്യങ്ങളും ഇപ്പൊ ഈ വെഞ്ഞാറമ്മൂട് കേസാണെങ്കിലും, അല്ലെങ്കിൽ ഈ അടുത്ത ഒരു കുട്ടീനെ റാഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഒരു കുട്ടി റാഗ് ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസ്, ഡ്രഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് നമ്മുടെ ഈ മൂവിയുടെ ഒരു റെലവൻസും കൂടെ വെച്ച് നോക്കുമ്പോ ഇത് എല്ലാ കുടുംബത്തിലും സംഭവിച്ചേക്കാവുന്ന, ഒരു കുടുംബത്തിൽ സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ വിശ്വസിച്ച് നമ്മുടെ മക്കളെ വളർത്തുന്നു, പക്ഷെ നമുക്ക് നമ്മുടെ മക്കള് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ ഒരു വേറൊരു ഫേസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. പല അച്ഛനമ്മമാരും സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് എന്റെ മകനാണോ മകളാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആ ഒരു തിരിച്ചറിവ്. അപ്പോ ഇത് അഭിനയിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മകൾ വീട്ടിനെ ധിക്കരിച്ചു പോകുന്ന ഒരു കുറച്ച് കാര്യങ്ങളും പിന്നീട് വരുന്ന കുറച്ച് ദുരന്തങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഈ സിനിമയിൽ. അപ്പൊ അത് ചെയ്യാൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സോ കാര്യങ്ങളോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ 1-2 ദിവസം മാത്രമേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ ആ സീക്വൻസ് മാത്രമല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാനുള്ളൊരു ഞാൻ ഫുൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ പൊതുവെ സാധനം മുന്നത്തെ മൂവിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യലി റെലവന്റ് സബ്ജക്റ്റാ. ഇതും അങ്ങനെ തന്നെ ഇച്ചിരി കോൺട്രവേഴ്സ്യൽ ആയിട്ട് വരാൻ ചാൻസ് ഇപ്പൊ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് ഇങ്ങനത്തെ സബ്ജക്ട് എടുത്ത് ചെയ്യാനാണ് സോന ഏറ്റവും കൂടുതൽ താല്പര്യം. അല്ല, ഒന്നും നമ്മൾ ഈ വലിയ താരങ്ങളെ വെച്ചിട്ടല്ലല്ലോ ഈ സിനിമ ചെയ്യുന്നത്. ഇതൊരു ബഡ്ജറ്റും വളരെ ചെറിയ ബഡ്ജറ്റാണ്. അപ്പൊ നമുക്ക് ഒരു സിനിമ എന്തിനാണ്, നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ ഒരാൾ കാണണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണം. വെറുതെ നമ്മളിപ്പം ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഒരു സിനിമ, ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ചെറിയ സിനിമയായിരിക്കും, പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ എന്തെങ്കിലും നോർമൽ കഥകളായിരിക്കും. അപ്പൊ ആ സിനിമയ്ക്കൊരു ബലം വേണം എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, അതുപോലൊരു സബ്ജക്റ്റ് കണ്ടെത്തുന്നത്. ഇങ്ങനെ ഞാൻ ഒരുപാട് സബ്ജക്റ്റുകൾ സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെക്കാറുണ്ട്. അത് നടക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നതെന്നുള്ളൂ, സംഭവിക്കുന്നത്. അപ്പൊ ആ സിനിമ നമ്മൾ വരുമ്പം താരമൂല്യം ഇല്ലെങ്കിലും വലിയ സ്റ്റാറുകൾ ഇല്ലെങ്കിലും ആ സിനിമയുടെ പേരിനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റിനോ ആൾക്കാർക്കൊരു ആകർഷണം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മള് മെയിൻ കാര്യം. ശരി, ഇപ്പൊ ഈ ഒരു കഥയാണെങ്കിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് അവർക്ക് അറിയുന്ന ഒരു വിഷയത്തിനെ പറ്റി ആവുമ്പോ ഒരു ഇൻട്രസ്റ്റും വരുമല്ലോ, എന്താണ് ഇതിനപ്പുറം നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞു സെൻസർഷിപ്പ് ഇഷ്യൂസ് വരാറുണ്ട്, മുന്നത്തെ മൂവിക്ക് അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു വരുന്നൊരു ഇഷ്യൂ മെയിൻ ആയിട്ട് സിനിമ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഫ്രീഡം. ലൈക്ക് നമുക്ക് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് കാണിക്കാനുള്ള ഒരു ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ അതും നേരിട്ട് അതിനെ പറ്റി എന്താ പറയാനുള്ളത്, ആ ഒരു സിറ്റുവേഷനെ പറ്റി? അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയില് ആനിമൽ വിഷയം ഉണ്ടായിരുന്നു.
അത് ശരിക്കും അതെനിക്ക് ഞങ്ങളുടെ 2014 അല്ലേ, കൊറോണ സമയം കൊറോണ കഴിഞ്ഞു. അപ്പം ആ സമയത്ത് ഈ ആനിമൽ വെൽഫെയർ അവര് ഭയങ്കര തട്ടിപ്പായിരുന്നു. നമുക്ക് സിനിമ സെൻസർ ചെയ്യാൻ പറ്റാതെ അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു കാക്ക പറന്നാലോ ഒരു പൂച്ചയെ കാണിച്ചാലോ മുയലിനെ കാണിച്ചാലോ, അപ്പോൾ ഞങ്ങളുടെ സിനിമയില് നമ്മൾ കത്വ കഥ പറഞ്ഞ സിനിമ, അപ്പൊ അതിലൊരു കുതിര മെയിൻ കഥാപാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുയലിനെ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ആനിമൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയിട്ട് അത് നടക്കാതെ നീണ്ടു പോകും. അപ്പൊ ആ സമയത്തൊക്കെ ആൾക്കാർ കാശ് കൊണ്ട് കൊടുത്തിട്ട് നമ്മളിപ്പോ റിലീസ് അനൗൺസ് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ കാശ് കൊടുത്ത് അത് ഞങ്ങളന്ന് വലിയ വിവാദം ഉണ്ടാക്കി. ഞങ്ങൾ പത്രസമ്മേളനമൊക്കെ നടത്തി. ശരിക്കും അന്ന് അമിത്ഷാ അടക്കമുള്ളവർക്ക് നമ്മൾ മെയിൽ അയച്ചു. അതൊക്കെ അന്ന് അത് ഇല്ലാണ്ടായി. ഇപ്പം ഒരാൾക്കും ആ പ്രശ്നങ്ങളില്ല. മറ്റേ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവസാനം ഇത് കിട്ടാതെ നമ്മൾ ആ പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞ ഒരുപാട് വലിയ സിനിമകളുണ്ട് ആ സമയത്ത് ഇറങ്ങിയ. എനിക്കൊന്ന് സത്യനന്ദിക്കാന്റെ ഒക്കെ സിനിമയിലെ ഒരു ഡോഗിന്റെ സംഭവമൊക്കെ അവർ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു ഇത് കിട്ടാതെ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിവാദം ഉണ്ടാക്കി പരിഹരിച്ചു വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ സിനിമയിലെ ഈ കത്വ സംഭവം, ആരിഫ ഈ സംഭവങ്ങളൊക്കെ നിന്നുകൊണ്ട് ഇവിടെ സെൻസർ ചെയ്തില്ല. പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്യും. പൊളിറ്റിക്സ് അത് പിന്നെ ക്ഷേത്രത്തിനകത്തിട്ടാണ് ആ പെൺകുട്ടിയെ കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പക്ഷെ ഞങ്ങളത് ഹൈദരാബാദിൽ കൊണ്ടുപോയി. അവിടെ എന്നാൽ അവര് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു. അവര് അവിടെയും എന്നാൽ ഈ ഇഷ്യൂസോ ഇതിന്റെ മെയിൻ ആൾക്കാരാണ്. പക്ഷെ അവര് പറഞ്ഞ് ഇത്ര സിനിമകൾ വരണം, ഈ സമൂഹത്തിൽ ഇത് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് വളരെ കൈയടിച്ചിട്ട് അതിന് സർട്ടിഫിക്കറ്റ് തന്നു. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ വരുന്ന മിക്ക സിനിമയ്ക്കും ഈ സെൻസർ ഇഷ്യൂസ് വരുന്നു, പേരിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാതായി പോകുന്നതായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും നമ്മള് ഇപ്പൊ ഒരാൾ ചിന്തിക്കുന്നതാണല്ലോ സിനിമ, ഒരാൾ ചിന്തിക്കുന്ന എഴുതുന്നതും അത് എടുക്കുന്നതുമാണല്ലോ സിനിമ. അപ്പൊ അതിന് കത്രി വെക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല, ഇത് പാടില്ല. ഇപ്പൊ വിജയുടെ സിനിമ ഇറങ്ങത്തേയില്ലെന്ന് അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സിനിമകള് സ്വപ്നങ്ങൾ ഇല്ലാതായി പോകുന്ന അവസ്ഥ വരല്ലേ. നമ്മൾ അത്രയും നാളത്തെ അധ്വാനം അല്ലേ. ശരി, സ്വപ്നങ്ങളും പ്രയത്നങ്ങളും എത്രയോ കഷ്ടപ്പാടായിരിക്കും. അത് ഒരു നിമിഷം കൊണ്ട് അതിനൊരു ഇത് വരാന്ന് പറയുമ്പോ എല്ലാവർക്കും അത് സങ്കടം. ഇപ്പൊ ചേച്ചിയാണെങ്കിലും സീരിയലും ചെയ്യാറുണ്ട്, സിനിമയും ചെയ്യാറുണ്ട്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സീരിയല് ചെയ്യുന്നവർക്ക് സിനിമ അവസരങ്ങള് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ആ ഒരു അഭിനയത്തിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ക്യാരക്ടർ അത്രയും ചെയ്യാൻ പറ്റില്ല. അഭിനയത്തിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അവര് തന്നെ പറയും സീരിയൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. എന്താണ് മനസ്സിലാവുള്ള, സീരിയൽ ഒന്ന് നിർത്തി കുറച്ചൊന്ന് ബ്രേക്ക് ആക്കിയിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നത് കൊണ്ട് അയ്യോ അത് എന്നും കാണണല്ലേ, അതുകൊണ്ട് സിനിമ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. അതിന്റെ പ്രധാന കാരണം ഇപ്പൊ സീരിയൽ എന്ന് പറയുമ്പോൾ മെഗാ സീരിയലാണല്ലോ, എല്ലാ മാസവും ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഒരു സീരിയൽ അഭിനയിക്കുന്നവർക്ക് എല്ലാ മാസവും 1 മുതൽ 15 വരെയോ അല്ലെങ്കിൽ 15 മുതൽ 30 വരെയോ അവർക്ക് ആ ലൊക്കേഷൻ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. സിനിമ എന്ന് പറയുമ്പോൾ ഒരു 40, 50, 60 ദിവസവും ഫുൾ ഷൂട്ട് ചെയ്യുന്ന. അപ്പം ഒരു 5 ദിവസം ഷൂട്ടുള്ളവരും 15 ദിവസവും 20 ദിവസവും ചിലപ്പോൾ അവിടെ കിടക്കേണ്ടി വരും. ഈ ലൊക്കേഷൻ ചിലപ്പോൾ ഒരു ദിവസം ഒരു സിനിമ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ അവർക്ക് പറയുന്നത് പാക്കേജാണ്. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇത്ര രൂപ. സീരിയൽ അങ്ങനെയല്ല, ഡെയിലി പൈസയാണ്. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഇത്ര രൂപ. അപ്പം സിനിമയിൽ അഭിനയിക്കുമ്പോൾ സീരിയൽ അഭിനയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഡേറ്റ് കൊടുക്കാൻ. അതൊരു കാരണമുണ്ട്. ഇനി ഈ പുതിയ സിനിമകൾ, പുതിയ ആൾക്കാർ സിനിമകൾ ചെയ്യുമ്പോൾ അവര് നോക്കുമ്പം സീരിയലുള്ളവർ വേണ്ട എന്നവർ തീരുമാനിക്കും. നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും, പക്ഷെ അത് സീരിയൽ ആർട്ടിസ്റ്റ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ആ സിനിമയിൽ വരുമ്പോ അവരുദ്ദേശിച്ച ആ ഒരു മൈലേജ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ മെയിൻ റീസൺ ഇതാണ്, സീരിയൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല, ഡേറ്റ് ഇഷ്യൂ വരും. അതല്ലെങ്കിൽ സീരിയൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ സിനിമ അഭിനയിക്കാൻ പോകണം. സെക്കൻഡ് ഇഷ്യൂ ഞാനും കേട്ടിട്ടുണ്ട്. ലൈക്ക് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോ ആ ഒരു ചേഞ്ചിന്റെ പ്രശ്നം വരാറുണ്ട്. ഇപ്പൊ വെബ് സീരീസ് വരുന്നു.
ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ഹോട്ട്സ്റ്റാർ ഉണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, ഇപ്പൊ C5 ഉണ്ട്, സി കേരളം ഉണ്ട്. സി കേരളത്തിൽ അഭിനയിക്കുന്ന ഒരാളെ C5 വെബ് സീരിയൽ അവതരിപ്പിക്കില്ല. അതിന് വേറൊരു അത് സിനിമയിലുള്ളവരെ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത മുഖങ്ങള് അങ്ങനെയുള്ളവരെ അഭിനയിപ്പിക്കത്തുള്ളൂ. ഇപ്പൊ ഏഷ്യാനിൽ അഭിനയിക്കുന്ന പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിലെ വെബ് സീരിയൽ അഭിനയിപ്പിക്കില്ല. ഇപ്പൊ ഈ വെബ് സീരീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു. സോ ഒരു ഡയറക്ടർ മാത്രല്ല, ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ്. അപ്പൊ ഫാർമ പോലെയുള്ള വെബ് സീരീസിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഫാർമയ്ക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പം വർക്ക് ചെയ്യുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്താണ് ഫാർമ. ആ കമ്പനി ഇപ്പം സീരിയൽസും പല ചാനൽസിന് വേണ്ടി സീരിയൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കമ്പനിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് ഞാൻ. അതിന്റെ സ്റ്റോറീസ്, കാസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇപ്പൊ രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ലൈക്ക് മൂവി ഡയറക്ഷൻ എന്ന് പറയുമ്പോ ഒരു മൂവിനെ വെച്ച് നോക്കുമ്പോ ഒരു കപ്പിത്താൻ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. ഒന്നിനവിടെ നമുക്ക് ലീവ് 2 മാസത്തെ ലീവ് എടുത്തോ, അല്ലെങ്കിൽ ആ ജോലി ഇതിപ്പോ ഞാൻ സംഭവിച്ച ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിൽ എഴുതുന്ന മുമ്പ് വേറൊരു ജോലിയായിരുന്നു. വേറൊരു ആയുർവേദ, അതായത് ഒരു ആയുർവേദ കമ്പനിയുടെ മീഡിയ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ സിനിമ ചെയ്യേണ്ടി വന്നത്. അപ്പൊ 1 മാസത്തെ ലീവ് ചോദിച്ച് ആ സിനിമയ്ക്ക് പോയി. പക്ഷെ ആ സിനിമയ്ക്ക് 2-3 മാസം പോയി. തിരിച്ചു വന്നപ്പോ ആ ജോലിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് അടുത്ത കമ്പനി കയറി. എന്തായാലും മാസം ശമ്പളം കിട്ടിയാലേ വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സിനിമാക്കാരനല്ല. ഞാൻ ശരിക്കും സിനിമ ചെയ്യുന്നേ ഉള്ളൂ. ആഗ്രഹം കൊണ്ട് ചെയ്യുന്നു. സംഭവിക്കുമ്പോ സംഭവിക്കുന്നു. ഇതല്ലേ പറയാം, നമ്മള് പുതിയ ആൾക്കാർ സിനിമയിലേക്ക് വരുമ്പോ കുറെ റിസ്ക് ഫാക്ടേഴ്സ്. എന്റെ സുഹൃത്ത് കണ്ണൻ താമരകുളം ഏതാണ്ട് ഒരു 5 വർഷം എനിക്കറിയാം. ഒരു 5 വർഷം സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടാണ് സിനിമ ചെയ്തത്, വേറെ ഒന്നും ചെയ്യാതെ. അപ്പൊ അങ്ങനെ നമ്മള് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനു വേണ്ടി പോയി, അവർ ആർട്ടിസ്റ്റുകളൊക്കെ പോയി ലൊക്കേഷൻ കണ്ടു, കഥ പറഞ്ഞു, പിന്നെ അവർ പറയുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് മാറ്റി. അത് അങ്ങനെ ഒരു ലോങ് ടേം നമ്മളങ്ങനെ സിനിമ, അവരാണ് സിനിമാക്കാര്. എന്നെ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കൂടെ നമ്മൾ കണ്ടെത്തണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാണ്ട് ഫാമിലി കുട്ടികള് ഈ സിനിമ എന്ന് പറഞ്ഞു നടന്ന, അല്ലെങ്കിൽ ഫാമിലിക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വലിയ ഒരു ഫിനാൻസ് സപ്പോർട്ടുള്ള ഫാമിലി ആണെങ്കിൽ ഓക്കെ, ഹസ്ബൻഡ് പോയിക്കോട്ടെ, കുഴപ്പമില്ല, സിനിമ ചെയ്തിട്ട് വരും എന്ന് പറയാം. എന്നെ അലട്ടുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാമായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുമ്പം അയ്യോ ഇവര് പട്ടിണിയായി പോകുന്നു എന്ന് ആലോചിക്കുമ്പം. ഇപ്പം സർ ഡയറക്ടർ ആണല്ലോ ഈ മൂവിയുടെ. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഹസ്ബൻഡിന്റെ അപ്പുറം വേറൊരു പൊസിഷനല്ലോ ഡയറക്ടർ എന്ന് പറയുമ്പോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഡയറക്ടർ എന്ന നിലയിൽ? നമ്മളിപ്പം ഡയറക്ടർ എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേക ഒരു ഇതല്ലേ. അതുകൊണ്ട് ലൊക്കേഷൻ ഇപ്പൊ ഹസ്ബൻഡ് ആണ് അങ്ങനെയല്ല, സീൻ പറഞ്ഞു തരും, ചെയ്യുക, അത്രേ ഉള്ളൂ. അതെന്തെങ്കിലും അതിനൊരു സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാന്നല്ലാതെ. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ട്, വഴക്ക് പറയുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനെപ്പോഴും ലൊക്കേഷനിലെ നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ബന്ധം വേറെ വർക്ക് വേറെ എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. ശരിയാ. നമ്മളിപ്പോ ലൊക്കേഷനിൽ നമ്മള് ഭാര്യ ഒന്ന് പറഞ്ഞു, മക്കളോ എന്ന് പറഞ്ഞു പോലെ അത് ഓക്കെ പറയേണ്ടത്. പിന്നെ ഞാൻ ഈ മൂവിയിൽ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ഫോണ്ടില്ലേ കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നതിന്റെ ഒരു കാളയുടെ ഒരു കയറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ പറയാറുണ്ട് സിനിമ ഈ ഫോണ്ടോ അല്ലെങ്കിൽ ടൈറ്റിലിൽ നമ്മൾ കഥ ഒളിപ്പിക്കും, എലമെന്റ്സ് ഒളിപ്പിക്കുന്നു, അങ്ങനെ ഉണ്ടോ? ശരിക്കും നമ്മുടെ നായകൻ കൊലപാതകയായി മാറുന്നതാണ്. അവന്റെ സാഹചര്യങ്ങൾ അവനെ ഒരു കൊലപാതകയാക്കി മാറ്റുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാലനായി മാറുവാണ്. നമ്മള് ശരിക്കും നമ്മൾ ടൈറ്റിൽ വരുമ്പം കാലൻ പറഞ്ഞ കഥ കാലം അങ്ങനെ ഒരു ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ ഒരു കാലനായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് കഥയുടെ ഒരു ട്വിസ്റ്റ്. ഇപ്പോഴത്തെ മൂവീസ് എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഹിറ്റ് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന പടം, അങ്ങനെ കുറച്ച് പടങ്ങളായിരിക്കും കൂടുതലും, അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂസ് ഉള്ള മൂവീസ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂവി എടുക്കുമ്പോൾ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ടല്ലോ, അത് എങ്ങനെ നോക്കിക്കാണുന്നു? റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമയിൽ നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഈ പബ്ലിസിറ്റി ഒക്കെ വന്നപ്പോഴത്തേക്കും ഇത് ആ കഥയാണോ എന്ന് ചിന്തിക്കുന്നവര്, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പോലെ നമ്മളൊരു അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ഇത് ഞാൻ വാദിക്കുന്ന കേസിന്റെ ഇതുമായിട്ടൊരു സാമ്യമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പം റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, അത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസാണ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മളൊരിക്കലും
ആ കഥയല്ല പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പം പല സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയേക്കാം സിനിമ. നമ്മൾ സിനിമ കാണുന്നവർക്ക് ഇത് ഇന്നടുത്ത് നടന്ന സംഭവമാണല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ആ കഥയല്ല പറയുന്നത്. സമൂഹത്തിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു കഥ പറയുന്നതാണ് എന്ന് പറഞ്ഞ് അതിലൊരു എലമെന്റ് എടുത്തൊന്നും നമ്മള് ഇപ്പൊ മൂവി പെട്ടെന്ന് കാണുമ്പോ അതന്നെ എക്സാക്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കാര്യം നേരത്തെ പറഞ്ഞാൽ 6 കൊല്ലം നടക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് കണക്ഷൻ പെട്ടെന്ന് അതിലോട്ടാ പോണത്. അപ്പൊ ഞാനും വിചാരിച്ചത് ഇത് നിങ്ങളോട് സംസാരിക്കുന്നവരെ ആ ഒരു മൂവി ബേസ് ചെയ്തിട്ട് വന്നതാണ്. അതിനപ്പുറം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഈ അജാസ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു സീരിയസ് റോൾ ഫുൾ ഓഫ് ചെയ്യണല്ലോ, അപ്പൊ അജാസിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? അവന്റെ ലുക്കിൽ തന്നെ ആയിരുന്നു. നമ്മൾ ഒരു നായകനുപരി അവന്റെ ഉള്ളിലൊരു ആ ഒരു നെഗറ്റീവ് ഷെയ്ഡൂടെ നമ്മളത് കണ്ടു. പിന്നെ കുട്ടി പുലിപുലിനായിട്ട് പ്രായം കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പ്രായം കറക്റ്റ് ആയിരുന്നു. അങ്ങനെ വേറൊരു ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇങ്ങനെ ആ ഒരു രൂപത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പുതിയ കുറെ ആൾക്കാരെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. കാസ്റ്റിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് അജാസിനെ കിട്ടിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അതിന് നമുക്കൊരു മൂവിയിൽ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാസ്റ്റിംഗ് കറക്റ്റ് ആണ് വരുന്നത്. ഇപ്പൊ ചേച്ചിയാണെങ്കിലും പൊതുവെ വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. സീരിയലൊക്കെ നോക്കുമ്പോ ഈ സിനിമയിൽ എങ്ങനെ പാവം? ഇതില് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ചേട്ടന്റെ വൈഫ് ക്യാരക്ടർ, അതായത് ഹീറോയിന്റെ മദർ ക്യാരക്ടർ, അങ്ങനെ കുറച്ച് നല്ല സീൻസ് ഉണ്ട്. ഒരു പക്ക ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി, ഒരു വീട്ടമ്മ, മകൾക്ക് വേണ്ടിയിട്ടും കുടുംബം നന്നായി പോണം, പള്ളി കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ. ആ സ്വിച്ച് ഉണ്ടല്ലോ, ലൈക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഉണ്ടായപ്പോ ഡിഫിക്കൽട്ട് ആയിരുന്നു അതൊന്നും ചെയ്യില്ല. എനിക്ക് ഇമോഷണൽ സംഭവം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അത് സീരിയലിൽ അറിയാലോ, ഒരെണ്ണം ചെയ്തൊന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെയിൻ അത് തന്നെയാണ്. പിന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അടുത്ത കോള് വരുമ്പോഴും നമ്മൾ അയ്യോ ചേച്ചി പോസിറ്റീവ് ചിന്തിക്കില്ലേ, നെഗറ്റീവ് തന്നെ കേട്ടോ ഇങ്ങനെ പറയും. അതിനകത്തൊരു മാറ്റം വളരെ അപൂർവമാണ്. ഒരു ടൈപ്പ്, അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഇത് പക്ഷെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കൂടി ഇമോഷൻ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ റിലീസായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന 6th ഫെബ്രുവരി. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇത് നമ്മുടെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഈ നിങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ ഓർമ്മപ്പെടുത്തും. ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്, ഒരു നാടിന്റെ നന്മയെക്കുറിച്ച് ഒക്കെ ഈ സിനിമ പറയുന്നുണ്ട്. വലിയ താരജാടകളൊന്നും ഇല്ലെങ്കിൽ പോലും സിനിമ വളരെ മൂല്യമുള്ള ഒരു കഥ പറയുന്നതാണ്. അപ്പം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാനുള്ളത്. ചേച്ചിക്ക് എന്താ പറയാ? എനിക്കും സെയിം തന്നെ പറയാനുള്ളത്. എല്ലാവരും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഫെബ്രുവരി 6th റിലീസാവും. അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബഡ്ജറ്റിനല്ല പ്രാധാന്യം, ഇതിന്റെ ആശയത്തിനും ആ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക ആ ഒരു കാര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടാണ്. വലിയ സ്റ്റാർ കാസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ ആപ്റ്റ് ആകുന്ന ആൾക്കാരെ തന്നെയാണ് ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല താരങ്ങളുണ്ട്. എല്ലാരെയും കൂട്ടി ഇണക്കി ഒരു കൊച്ചു സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളാണ് ഇനി അത് കണ്ട് വിലയിരുത്തേണ്ടത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എന്താ അത് തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഒരു വെറൈറ്റി, ചേച്ചി വെറൈറ്റി ക്യാരക്ടേഴ്സിലുണ്ട്. സാർ ആണെങ്കിലും കുറെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റാതെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.